ഇന്ന് നമുക്ക് കുറച്ച് ബോട്ടം പരിചയപ്പെട്ടാലോ. കുറേ വെറൈറ്റി കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ ബോട്ടം അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നല്ലൊരു എൻക്വയറി ആയിരുന്നു. കോട്ടൻ്റെ ബോട്ടമാണ്. സാധാരണ നമുക്ക് ചിലർക്കൊരു ലെഗിൻസ് ഇടാൻ ഒരു ബുദ്ധിമുട്ട് കാരണം എല്ലാവരും ഇപ്പോൾ അന്വേഷിക്കുന്നതാണ് ഒരു കോട്ടൺ ബോട്ടം. കോട്ടൺ എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും പറ്റും, വാഷ് ചെയ്ത് ഉപയോഗിക്കാനും മെഷീൻ വാഷിനും എല്ലാം പോസിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നല്ല കുറേ ഡിഫറെൻറ്റ് കളേഴ്സിൽ നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫ്രണ്ട് പോർഷനിൽ ഒരു ബെൽറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ടാസൽസ് കൂടെ ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാം. അത് പോയിട്ട് ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ എലാസ്റ്റിക് കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല എലാസ്റ്റിക് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേസ്റ്റിനനുസരിച്ച് നമുക്കത് കുറച്ചുകൂടെ സ്ട്രെച്ചബിൾ ആയിരിക്കും. അതുപോലെ 2 സൈഡിലും പോക്കറ്റ് കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡും പോക്കറ്റും കൂടെ പ്രൊവൈഡാണ്. ബോട്ടത്തിൻ്റെ എൻഡിലായിട്ട് കുഞ്ഞ് പടി പോലെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഇത് അല്പം കുറച്ച് ലെങ്ത് ഇങ്ങനെ ആംഗിൾ, തീരെ ആംഗിൾ ലെങ്തിലല്ല, ആ ഒരു നമ്മുടെ കാലിൻ്റെ ആ കണ്ണിൻ്റെ കുറച്ച് നിൽക്കുന്നതാണ് നല്ല ഭംഗിയായിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഒരു പെൻസിൽ ഫിറ്റ്, അത്രയും ഫിറ്റ് വരില്ല, കുറച്ച് ലൂസ് തന്നെ ആയിരിക്കും. ഇത് നമുക്ക് സാധാരണ ടീച്ചേഴ്സ് പാൻ്റ് എന്നാണ് അറിയുന്നത്. ഇങ്ങനത്തെ ബോട്ടം നമുക്ക് ലൂസായിട്ട് ഒരു ചിലവർക്ക് ആ ഒരു പ്രായത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ലെഗിൻസ് ഒക്കെ ഉപയോഗിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ശരീരത്തിലൂടെ ഒട്ടിക്കിടക്കുന്ന മെറ്റീരിയൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇത് കുറച്ചുകൂടെ ലൂസായിട്ടാണ് കിടക്കുന്നത്. നല്ലൊരു കോട്ടണിൻ്റെ ബോട്ടം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം എല്ലാ കുറേ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഏറെക്കുറെ ടോപ്പുകൾക്ക് നമുക്കിത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇത് തന്നെയാണ്. ഇതിൻ്റെ ഏകദേശം ലെങ്ത് വന്നാൽ 38 ലെങ്ത് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇതിൻ്റെ സീറ്റിംഗ് എന്ന് പറയുന്നത് ഇതുപോലെ ഇവിടെ ഈ മുകളിൻ്റെ ഈ ഇടുപ്പിൻ്റെ ഈ ഭാഗം മുതൽ ഈ എൻഡ് വരൂലേ, ഇത്രയും ആണ് അതിൻ്റെ സീറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഏകദേശം 13 ഇഞ്ചോളം നീളം വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്നത് നമുക്ക് ആവശ്യമുള്ളവർ ഇതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 13 ഇഞ്ചോളം വരുന്നുണ്ട്. അതുപോലെ വേസ്റ്റ് ചുറ്റുമായിട്ട് 36 ഇഞ്ച് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് XXL സൈസാണ്. ഇതിന് നമുക്ക് XL സൈസ് കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റ് കൂടെ ഞാൻ പറയാം. XXL സാധാരണ നമുക്ക് 3XLകാർക്ക് അത്ര പറ്റില്ല, നല്ല തടിയുള്ളവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും 3XLകാർക്ക്. പക്ഷേ XXLകാർക്ക് സുഖമായിട്ട് ഇത് ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. നമുക്കിനി ഇതിൻ്റെ ഓരോന്നായിട്ട് കളേഴ്സ് കാണാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 340 പ്ലസ് ഷിപ്പിംഗ് ആണ്. ഒറ്റ പീസ് എടുത്താലും നമുക്ക് ഏകദേശം 42 റുപ്പീസോളം ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 3 പീസ് എടുത്താലും സെയിം ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് വരുന്നത്. അപ്പോൾ 3 പീസ് എടുത്ത ഒറ്റ ഷിപ്പിംഗ് ചാർജിൽ നമുക്ക് നിൽക്കും ഏകദേശം. ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് നല്ലൊരു പിസ്ത ഗ്രീനാണ്, കുറച്ചുകൂടെ കളറുണ്ട് ഇതിന്. ഇങ്ങനെയാണ് കളർ വരുന്നത്. ബാക്കി അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. നമുക്ക് ഓരോ കളേഴ്സ് മാത്രം കണ്ടുപോകാം. അതുപോലെ ഇതിന് ഞാൻ മെഷർമെൻ്റ് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കറക്റ്റ് സൈസിന് വേണം പർച്ചേസ് ചെയ്യാം. രണ്ടാമതൊരു എക്സ്ചേഞ്ച് നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് ആദ്യമേ അത് പറയുകയാണ്, മെഷർമെൻറ്റ് നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. അധികം തടിയുള്ളവർ കൂടുതലും നമ്മൾ 3XL ആയിരുന്നു ഇതിലോട്ട് നോക്കണ്ട. XL, XXL, മീഡിയംകാർക്ക് നമുക്ക് വേണമെങ്കിൽ XL ഉപയോഗിക്കാം. മീഡിയം ലാർജ് സൈസുകാർക്ക് XL ഉപയോഗിക്കാം. അത് പോയിട്ട് XXL നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ 3XL അവൈലബിൾ അല്ല. അപ്പോൾ മെഷർമെൻറ്റ് പറയുന്നതനുസരിച്ച് മാത്രം പർച്ചേസ് ചെയ്യുക. അതുപോലെ വീണ്ടും നമ്മൾ റിട്ടേൺ ചെയ്യുന്നതല്ല, എക്സ്ചേഞ്ചും ഉണ്ടായിരിക്കുന്നതല്ല. നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ചിക്കു ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് ഏകദേശം ഒട്ടുമിക്ക ടോപ്പുകൾക്ക് നമുക്കിത് മാച്ച് ആവുന്ന ഒരു കളറാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. കറക്റ്റ് അതേ ഒരു പിങ്ക് ഷെയ്ഡ്. പിന്നെ വരുന്നത് വൈറ്റ് ആണ്. മിൽക്ക് വൈറ്റ് ആണ്. ഇതൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. ഇങ്ങനെ വരും. ഓണിയൻ പിങ്ക് ആണ്. ഇതൊരു റാണി പിങ്ക് ആണ്. ചിലപ്പോൾ നമുക്ക് വീഡിയോയിൽ റെഡ് പോലെ തോന്നും, അല്ല നല്ല റാണി പിങ്ക് ആണ്. നല്ല ചില റാണി പിങ്ക് നമുക്കറിയാലോ, കുറച്ചിങ്ങനെ അടിച്ച ഒരു കളറായിരിക്കും. ഇത് നല്ലൊരു ഷെയ്ഡാണ്, റാണി പിങ്ക് ഷെയ്ഡാണ്. ഇത് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ആണ്, ഡാർക്ക് ബ്ലൂ ആണ്. നമുക്ക് ഇത് ഏകദേശം ബ്ലൂ ഒക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ്. റോയൽ ബ്ലൂ അല്ലല്ല, നേവി ബ്ലൂ നമുക്ക് ഒട്ടുമിക്കതിനും നമുക്ക് ഉപയോഗിക്കാം.
നെക്സ്റ്റ് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ്, നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ്. ഇനിയും ഉണ്ട്, ഓരോന്നായിട്ട് കാണണം. നെക്സ്റ്റ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ്, ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ്. പിന്നെ ഒരു പീച്ച് ഷെയ്ഡാണ്, ഇങ്ങനെ വരും പീച്ച് ഷെയ്ഡ്. ഇത് ഒണിയൻ പിങ്ക്, അടുത്ത് വരുന്നത് ഒണിയൻ പിങ്ക് ആണ്, കുറച്ചുകൂടെ ആദ്യത്തേന് ഒരു ലൈറ്റ് ഷെയ്ഡായിരിക്കും. ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെ ഒരു ആഷ് ആണ്, ഡാർക്ക് ആഷ്. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ്. ലാസ്റ്റ് ഒരു ബ്ലൂ ആണ്. ഈ ഒരു ബ്ലൂ നമുക്കൊരു കസ്റ്റമർ ആദ്യമേ അന്വേഷിച്ചിരുന്നു, അന്ന് നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല, ഇല്ലായിരുന്നു, സ്റ്റോക്കില്ലായിരുന്നു. ഇപ്പം വന്ന രണ്ടാമത്തെ സ്റ്റോക്കിലാണ് ഇപ്പം ബ്ലൂ കൂടെ വന്നിട്ടുണ്ട്. എക്സലില് നമുക്ക് കുറച്ച് വ്യത്യാസം, ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് ആ ലെങ്തിൽ അതേ തന്നെയാണ്, ഏകദേശം 38 തന്നെയാണ് ലെങ്ത് വരുന്നത് എക്സൽ സൈസിൽ. അതുപോലെ അതിൻ്റെ ഒരു സീറ്റിംഗ് വരുന്നതും 13 ഇഞ്ച് ഇങ്ങനെ വരുന്നത്, സീറ്റിംഗ് വരുന്നത് 13 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അതുപോലെ നമ്മൾ ഈ വേസ്റ്റിൻ്റെ ഭാഗം വരുന്നത്, ഇടുപ്പിൻ്റെ വരുന്നത് 32 ആയിരുന്നു, ചുറ്റും വരുന്ന 32 ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഒരു അളവ് കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഏറെക്കുറെ കളേഴ്സൊക്കെ നമുക്ക് ഈ ഡബിൾ എക്സലിൽ കാണിച്ച അതേ കളേഴ്സൊക്കെ തന്നെ, കുറച്ച് വ്യത്യാസമുണ്ട്, 1-2 കളേഴ്സ് മാത്രമേ നമുക്ക് വ്യത്യാസമുള്ളൂ. അപ്പോൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്ത് തന്നേക്കാം, അപ്പോൾ അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ കാണിച്ചതിൽ എക്സൽ, ഡബിൾ എക്സൽ കോട്ടൺ ബോട്ടം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ തന്നെ ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്കൊരു മെസ്സേജ് അയക്കും. ഓക്കെ.